ഡിവൈഎഫ്ഐ ഹരിപ്പാട് ടൗൺ കമ്മിറ്റി പഠനോത്സവം നടത്തി. മെറിറ്റ് അവാർഡ് വിതരണം, പഠനോപകരണ വിതരണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ഹരിപ്പാട് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോത്സവം നടത്തി. മെറിറ്റ് അവാർഡ് വിതരണം, പഠനോപകരണ വിതരണം, പ്രതിഭകളെ ആദരിക്കൽ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സംഘം ജില്ലാ സെക്രട്ടറി ടി തിലകരാജ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ അനസ് അബ്ദുൽ നസീം, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് സിന്ധു ആർ നായർ, സെക്രട്ടറി വിഷ്ണു ഓമനക്കുട്ടൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം അഭിജിത് ലാൽ എന്നിവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ വിജയിച്ചവരെ അനുമോദിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ജി രാധാകൃഷ്ണൻ, മുതുകുളം ഉണ്ണികൃഷ്ണൻ, ദേവിക എന്നിവരെയും ആദരിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപക സുഹൃത്തും എൻ്റെ പ്രിയപ്പെട്ട ചിരപരിചിത സുഹൃത്തുമായ ജി രാധ പ്രതിഷേധിക്കുന്ന സംഘടനയാണ്. അതിനപ്പുറം വലിയൊരു മാനുഷികമായ മുഖം കൂടി ഡിവൈഎഫ്ഐക്കുണ്ട്. നിങ്ങളുടെ എല്ലാ വീടുകളിലേക്ക് ഞങ്ങൾ 2 മാസത്തിലൊരിക്കൽ വരാറുണ്ടല്ലേ ഭക്ഷണം മേടിക്കാനായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ഏതാണ്ട് 9 വർഷം ഭക്ഷണം കൊടുക്കുന്നതിന് തുടർച്ചയായി ഒരു ദിവസം പോലും വേമാരിയും കൊറോണയൊക്കെ വന്നിട്ട് പോലും മുടങ്ങാതെ 9 വർഷം ഭക്ഷണം കൊടുത്ത് ഏതാണ്ട് 92 ലക്ഷം പൊതി നിങ്ങളെല്ലാവരും കൂടെ തന്നിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. അതുപോലെ രക്തം കൊടുക്കുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയാണ്. ഒരിപ്പോൾ ഇവിടെ സാറ് സൂചിപ്പിച്ചു, നമ്മൾ ഈ കുട്ടികളെയൊക്കെ എല്ലാവരെയും A+ മേടിച്ചവരെ മാത്രമല്ല, പിന്നെ പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാവരെയും നമ്മൾ ആദരിക്കുകയാണ്. അവർക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴേക്ക് അത് വലുതായിട്ട് വന്നിട്ടില്ല. YLF എന്ന് പറഞ്ഞ് ഡിവൈഎഫിയുടെ മുഖമാസികയായ യുവതാരയുടെ പേരിൽ വലിയ ഒരു ഇവന്റ് എല്ലാ വർഷവും ഇപ്പോൾ 2 വർഷമായി മറൈൻ ഡ്രൈവിൽ വെച്ച് സംഘടിപ്പിച്ചു വരികയാണ്. നമ്മുടെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ആണ് അത് എന്ന് പറയുമ്പോൾ ലോകത്ത് തന്നെ നടക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും നല്ല കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. അതിനിപ്പോൾ താഴെ കൂടെ വ്യാപിച്ചുകൊണ്ട് യൂണിറ്റ് തലത്തിൽ മുതൽ ഡിവൈഎഫ്ഐ CD ന്യൂസ് ഹരിപ്പാട്.